എല്ലാവർക്കും എൻ്റെയും ശാസ്താവിംഗ വ്ളോഗിൻ്റെയും ശാസ്താവിംഗ ഹോളിഡേയ്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശ്രീ AM ദിലീപ് കുമാർ മാസ്റ്ററുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ONV സാറിൻ്റെ ഒരു ഓണപ്പാട്ടുകൂടി പാടാം. അതായത് SP വെങ്കടേഷിൻ്റെ സംഗീതമാണ്. SP വെങ്കടേഷ് നമ്മുടെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ മലയാളി അല്ലാത്തൊരു സംഗീത സംവിധായകനാണ്. പക്ഷെ എന്നാലും അദ്ദേഹം തന്ന പാട്ടുകൾ മുഴുവനും നമുക്ക് ഓർത്തോർത്ത് പാടാനുള്ള പാട്ടുകളാണ്. അപ്പോൾ ഇത് കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിലൂടെ ദാസേട്ടൻ പാടിയ പാട്ടാണ്, ഓണപ്പാട്ടാണ്. പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമീ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. മാഷെ, ഈ രാഘവ മാഷ കൂടാതെ കുറേയധികം വ്യക്തിത്വങ്ങളെ മാഷക്ക് പരിചയമുണ്ടെന്നറിയാം. അത് കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. എനിക്ക് 2009 മുതൽ 2015 വരെ ഞാൻ സംസ്ഥാന സിനിമ സെൻസർ ബോർഡിലുണ്ടായിരുന്നു. സെൻസർ ബോർഡിൽ ഉണ്ടാവാൻ സിനിമകൾ തിയേറ്ററിൽ വരുന്നതിന് മുമ്പേ സെൻസർ ബോർഡ് മെമ്പേഴ്സിനെ കണ്ടിട്ട് സർട്ടിഫൈ ചെയ്യണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സിനിമ കാണുന്നതിന് മുമ്പേ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. അത് കൊടുക്കുന്നത് സിനിമ സെൻസർ ബോർഡ് അംഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് അംഗങ്ങളാണ് കേരളത്തിൽ. പക്ഷേ 4 പേര് മാത്രമേ ഒരു സിനിമ ഒരേ സമയം ഇരുന്ന് കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സെൻസർ ബോർഡിന്റെ ചീഫും പിന്നെ 3 മെമ്പേഴ്സും. പിന്നെ അതിൽ ഒരു മെമ്പർ ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് 6 വർഷക്കാലത്തോളം. ഒരു ടേൺ എന്ന് പറയുന്നത് 2 വർഷമാണ്. അങ്ങനെ 3 ടേൺ എനിക്ക് സിനിമ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ കുറേ അധികം പേരെ പരിചയപ്പെടാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക്. അത് രാഘവ മാഷിന്റെ ബന്ധത്തിലൂടെ കിട്ടിയതാണ്. ജയരാജ് വാര്യർ, ഹാസ്യ കലാകാരനായ ജയരാജ് വാര്യർ, കാരിക്കേച്ചർ, ഇപ്പോൾ സിനിമാ നടനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഹാസ്യം എനിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ല വായിച്ചറിവുള്ള ഒരാളാണ് ജയരാജ് വാര്യർ. ഹാസ്യമാണെങ്കിൽ പോലും അദ്ദേഹം പുസ്തകങ്ങൾ നിറയെ വായിക്കും. ഒരുപാട് പാട്ടുകാരെ പറ്റിയും സിനിമാ പ്രവർത്തകരെ പറ്റിയുള്ള നല്ല അവബോധമുള്ള ഒരാളാണ് ജയരാജ് വാര്യർ. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് ഏറ്റവും അധികം ഭാഗ്യം എന്ന് പറയാനുള്ള ജയേട്ടൻ P. ജയചന്ദ്രൻ, ഗായകൻ, ഈ അടുത്ത കാലത്ത് അന്തരിച്ച ജയേട്ടനുമായിട്ട് അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചു. ജയേട്ടൻ ഇവിടെ പാതിരായിട്ടുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടി തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ കൂടി സാധിച്ചു എനിക്ക്. പയ്യന്നൂരിലുള്ള സാമിയുടെ ഒരു വേദി ഉണ്ടായിരുന്നു. ഗാനമേളയിൽ അദ്ദേഹം പാടിയ പാട്ടുകൾ അവതരിപ്പിക്കുന്നൊരു വേദിയായിരുന്നു. അദ്ദേഹം പാടിയ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എനിക്ക് 5ഓളം പാട്ടുകൾ പാടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഭാഗ്യം. ഒപ്പം P. സുശീല എന്ന അതുല്യ ഗായിക, അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. ഈ 2 വ്യക്തികളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് ഗാനമേളയിൽ പാടാൻ പറ്റി, അവർ പാടിയ പാട്ടുകൾ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ധന്യ മുഹൂർത്തമായിട്ട്. കാരണം അന്ന് മൊബൈലൊക്കെ ഉള്ള സമയമായിട്ട് പോലും നമുക്കത് കോപ്പി ചെയ്യാൻ അവകാശമുണ്ടായിരുന്നില്ല. കാരണം ആ പയ്യന്നൂർ സ്വാമിയുടെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ആരും ഇപ്പോഴും തുര്യൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ പാട്ടുകൾ കോപ്പി ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നില്ല. പാടാൻ മാത്രമുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അസുലഭ ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനപ്പുറം പിന്നെയും പരിചയമുള്ള ഒരുപാട് വ്യക്തികൾ നമുക്കുണ്ടായിരുന്നു. അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്നത് സംവിധായകൻ അമ്പിളി. ഒരുപാട് കാലം മുമ്പേയുള്ള സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള സംവിധായകൻ അമ്പിളിച്ചേട്ടൻ. പിന്നെ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ്, പിന്നെ ലിറിസിസ്റ്റ് രാജീവ് ആലുങ്കൽ തുടങ്ങി ഒരുപാട് പേര് എന്നും നിരന്തരം ബന്ധം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ബന്ധം പുതുക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു.
രാജീവ് ആലങ്കലിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ രചനാ ഗുണം ഒന്ന് വേറെ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നിർത്തരുതേ എന്ന് തോന്നിപ്പോവും. അത്രമാത്രം എന്താ പറയുക, സാഹിത്യം തുളുമ്പുന്ന ഒരു പ്രഭാഷണ ചാതിലുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ആലങ്കൽ. അദ്ദേഹം നിരന്തരം എനിക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ പാട്ടുകൾ വരുമ്പോഴൊക്കെ എനിക്ക് അയച്ചു തരുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളൊരു ആലപ്പുഴയിൽ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. വയലാർ രാമവർമ്മയുടെ വീട്, അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏതാണ്ട് സമീപത്ത് തന്നെയാണ് രാജീവ് ആലങ്കലിൻ്റെ വീട്. അപ്പോൾ അദ്ദേഹം കൂട്ടി അവിടെ കൊണ്ടുപോയി വയലാർ രാമവർമ്മയുടെ സഹധർമ്മിണിയോടൊപ്പം കുറേ സമയം ചെലവിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. രാജീവ് ആലങ്കലിൻ്റെ പാട്ട് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാട്ട് ഇതാണ്. അച്ഛൻ്റെ, എൻ്റെ സ്വന്തം പിതാവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു പാട്ടുണ്ട്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാൻ. മരം എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛനെയാണ്. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാം. അച്ഛൻ എന്നുള്ള സങ്കല്പം അതാണ്. എത്ര സ്വയം വെയില് കൊണ്ടിട്ട് എനിക്ക് കീഴെയുള്ളവർക്ക് തണലേകുന്ന ഒരു സങ്കല്പം അതിഭയങ്കരമാണ്. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്, മിക്ക അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു പാട്ട് എനിക്ക് രാജീവ് ആലങ്കലിൽ ഏറ്റവും അധികം ഇഷ്ടം. ഇപ്പോ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നുള്ള സിനിമയിലാണ് രാജീവ് ആലങ്കലിന്റെ തുടക്കം. അതിൽ വന്ന പാട്ടുകളോട് ചേർന്ന് അദ്ദേഹം ഇപ്പൊ ഏതാണ്ട് 4000-ഓളം സിനിമാ ഗാനങ്ങൾ എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് റെക്കോർഡ് പോലെയാണ്. അദ്ദേഹം പറയാറുണ്ടത് ഈ പ്രായത്തിൽ, അധികം വയസ്സൊന്നുമില്ല, എന്റെ അത്രയൊന്നും വയസ്സ് അദ്ദേഹത്തിന് ഇല്ല, പക്ഷെ അമ്പലച്ചോടെയുള്ള വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഒരുപാടാണ്. അതിലൂടെ വരുന്ന കാവ്യ ഗുണമുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. അതിലപ്പുറം എനിക്ക് മറ്റൊരു ബന്ധമുണ്ട് രാജീവ് ആലങ്കലുമായിട്ടല്ല, കൈതപ്രം ദാമോദരൻ തമ്പുരാനാണ്. കൈതപ്രം തിരുമേനി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു കുടുംബാംഗം പോലെയാണ്. ഒരുപാട് തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സംഗീതവുമായിട്ടുള്ള സംവാദങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ രചന എനിക്ക് പാട്ടുകളാക്കി, ആൽബമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പാട്ടുകൾ, ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള വലിയൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അത് കൈതപ്രത്തിൻ്റെ രചനയായിരുന്നു. അദ്ദേഹം എന്നെ കൈപിടിച്ച് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഘവ മാസ്റ്ററോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായിരിക്കാം അദ്ദേഹം എന്നെയും കൂടി ഇഷ്ടപ്പെട്ടത് എന്ന് വേണം പറയാൻ. എൻ്റെ വീട്ടിൽ ഒരുപാട് തവണ അദ്ദേഹം വന്നിട്ടുണ്ട്. സംഗീതമായി നമ്മൾ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് ഒരുപാട് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. കൈതപ്രത്തിൻ്റെ കൂടെ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് അറിയാൻ പറ്റി എന്നുള്ളതാണ്. സംഗീതത്തെ പറ്റിയായാലും സാഹിത്യത്തെ പറ്റിയായാലും ഒക്കെ അറിയാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം രചന നിർവഹിച്ച പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ അതൊരു സ്പെഷ്യലായിട്ട്, കാരണം പണ്ടൊക്കെ ഞങ്ങൾ വരികൾ എഴുതി അതിനുശേഷം അതിന് ഇപ്പോൾ ആകാശവാണിയിൽ ഞാൻ ചിട്ടപ്പെടുത്തുന്നുണ്ട് പാട്ടുകളൊക്കെ. കുറേ വർഷങ്ങളായിട്ട് ആകാശവാണിയിൽ ഇപ്പോൾ 91 മുതൽ ഇങ്ങോട്ട് ഞാൻ ആകാശവാണിയിൽ പാട്ടുകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വരികൾ ഇങ്ങോട്ട് എടുത്തു തരും, അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഈണം നൽകി അടുത്ത പാട്ടുകാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ നിലപാട് അങ്ങനെയല്ല. ഇപ്പോഴെങ്ങനെയാ, ഈണം നൽകിയതിന് ശേഷം അതിന് കണക്കായ വരികൾ എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലും എനിക്ക് ആൽബം കൈതപ്രത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കൈപിടിച്ച് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. എന്നോട് രാഗം മൂളാൻ പറയും, ആ രാഗം മൂളിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് വരികൾ എഴുതും. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു പാട്ട് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതാണ് അതിൻ്റെ ഒരു ഭാഗ്യം. അതെല്ലാം ഒരു അണുകിട മാറ്റം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലാത്ത
അങ്ങനെ തന്നെ എടുക്കും. അങ്ങനെ തന്നെ എഴുതേണ്ടി വരും. പാടിയത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മറ്റു പല പാട്ടുകൾ നമുക്ക് വരികൾ ഈണത്തിനനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വരും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു മാറ്റവും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതൊരു ആ പ്രതിഭയുടെ ഒരു ഗുണമാണ്. സംഗീത ബോധമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും. ഇത്ര അക്ഷരം വരുന്നു എന്നൊക്കെ വരുമ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈണം നൽകാൻ വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് ഒരു അനുഭവം. അതൊരു സംഗീതം പഠിച്ച ആളെന്നെയായിരിക്കും. പിന്നെ കൈതപ്രം നന്നായിട്ട് സംഗീതം പഠിച്ചിട്ട് കച്ചേരികളൊക്കെ നടത്തിയിരുന്ന പാരമ്പര്യമുള്ള ഒരാൾ തന്നെയാണല്ലോ കൈതപ്രം തിരുമേനിയും. അദ്ദേഹത്തിന്റെ അനുജൻ കൈതപ്രം വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളൊക്കെ സംഗീത പാരമ്പര്യമുള്ള കുടുംബം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രചനയ്ക്കൊരു വല്ലാത്തൊരു സുഖം നമുക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ഈ ഒരു ഓണക്കാലത്ത് ഇങ്ങനൊരു ഒത്തുചേരൽ നമുക്കുണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും നമ്മുടെ ഈ ശ്രോതാക്കൾക്ക് ഒത്തിരി സ്നേഹം നിറഞ്ഞ ഓണ ആശംസകൾ നേരുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പും കൂടി ചെയ്യുക.